അപമാനവും പുച്ഛവും പരിഹാസവും എല്ലാം ഒരു പിഴച്ച മാനേജ്മെന്റിനെയും സമ്മാനിച്ച് നൂറ് നൂറ് പൂക്കളെ ചണച്ചരച്ച കാലമേ. വാണുകില്ല വീഴുകില്ല ഈ മഞ്ഞപ്പൂക്കൾ. അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയുടെ മടിത്തട്ടിൽ നിന്ന് അറബിക്കടലിന്റെ ഏതോ ആഴത്തിലേക്ക് പതിച്ചുകൊണ്ടിരുന്ന ഈ കപ്പലിനെ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ സാക്ഷാൽ സാദിയോ മാനയുടെ നാട്ടിൽ നിന്ന്, സെനഗലിൽ നിന്ന് അവൻ വന്നു. ഹിസ് നെയിം ഈസ് ഫോളോ എൻഡെ എന്നൊക്കെ വേണമെങ്കിൽ തള്ളി മറിക്കാം. അങ്ങനെ ആയിരുന്നു ഇന്നത്തെ മാച്ച്. 1-1 സമനിലയുമായി കേരളത്തിന്റെ കൊമ്പന്മാർ കൊൽക്കത്തയുടെ മടയിൽ നിന്ന് 1-1 സമനിലയുമായി പറന്നിറങ്ങിയിരിക്കുന്നു. യെസ്, ഒരു പോയിന്റ് ആദ്യമായി പിടിച്ചു വാങ്ങിയിരിക്കുന്നു. ഇന്നലെ തോക്കുന്നായിരുന്നു ഓരോ ആരാധകനും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇത്രയും ഗതിയൊട്ട് ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എന്റെ കർത്താവ്യം എന്ന് ചിന്തിച്ച സമയമായിരുന്നു എനിക്ക്. കാരണം ഇന്നലെ 4 മാച്ച് തോറ്റപ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു മാച്ച് സമനിലയായപ്പോൾ ഞാൻ ട്യൂഷന് പോയിരിക്കുന്നു. എന്ത് ഗതികേടാണോ എന്തോ അല്ലേ. പിന്നെ അതിന് ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മാച്ച് എന്താ പറയാ, ഭയങ്കര മാറ്റമായിട്ടാണ് ഇറങ്ങിയത്. 5 ഡിഫൻഡേഴ്സുമായിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ആ ഡിഫൻസ് 10-ാം മിനിറ്റ് തന്നെ പൊട്ടി. യൂസഫ് അജാരിയുടെ ഗോൾ, പെനാൽറ്റി ഗോൾ വന്നു ഐവാന്റെ ഫൗളിൽ നിന്ന് കിട്ടിയ പെനാൽറ്റിയിൽ. പക്ഷേ ആ സമയത്ത് തിരക്കഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഇല്ലെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അവന്റെ പെർഫോമൻസ് നമ്മളെ ആശ്വസിപ്പിച്ചു. യെസ്, ഫോളോ എന്റെ ഡിഫൻസിലും അറ്റാക്കിലും ഒക്കെ മച്ച പറന്ന് കളിക്കുന്നു. അതേസമയം ഡാനിഷ് ഫാറൂഖ് ക്യാപ്റ്റൻ അങ്ങനെ ലെപ്പോ കിട്ടാണോ എന്ന് എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല. എപ്പോഴും അങ്ങനെ ലൈനപ്പിൽ ഉണ്ടാവും. എന്നാൽ മോശം പെർഫോമൻസ്. 92-ാം മിനിറ്റ് പിന്നെ വലുതായിട്ടൊന്നും പറയാനില്ല, ബ്ലാ 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 ബ്ലാ. 92-ാം മിനിറ്റ് എബിൻദാസ് യേശുദാസ്, അദ്ദേഹത്തെ എടുത്തു പറയണം. ആ മലയാളി പയ്യനെ അധ്വാനിച്ച് കളിക്കുന്ന വെച്ചാൽ ഇങ്ങനെ ഉണ്ടോ. ലൂണ എങ്ങനെയായിരുന്നു അതേപോലെയാണ് എബിൻദാസ് യേശുദാസ് ഇപ്പോഴും അധ്വാനിച്ച് കളിക്കുന്നത്. അദ്ദേഹത്തിന്റെ കോർണറിൽ നിന്ന് ഒരു കിടിലം ഹെഡറിലൂടെ മുഹമ്മദ് അജിസൽ എന്ന മലയാളി ഈ ടീമിന്റെ പ്രതീക്ഷകളെ കാത്തു. ഇല്ലെങ്കിൽ ഉറപ്പാണ് മാഗ്നം ഔട്ട് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ കത്തിയേനെ. മാഗ്നം കൺസോർഷ്യം ഔട്ട് എന്നും പറഞ്ഞു ഡേവിഡ് കറ്റാല പുറത്തു പോയേനെ. കാരണം നിഖിൽ അണ്ണന്റെ സ്വഭാവം അതാണല്ലോ. അണ്ണന്റെ മുഖം രക്ഷിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും പരിശീലകനെ പുറത്താക്കി മുഖം രക്ഷിക്കുക. അതാണല്ലോ നമ്മുടെ നിഖിൽ ബി നിമകഥ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓണറിന്റെ സ്വഭാവം. എന്തായാലും ഇന്നത്തെ മാച്ച് 1-1 സമനില. അത് മതി നമുക്ക്. അതായത് 8 മുതൽ 10 വരെയുള്ള ഏതെങ്കിലും സ്ഥാനത്ത് ഫിനിഷ് ചെയ്താൽ മതി. റെലഗേഷൻ ബാറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവായി കിട്ടിയാൽ മതി ഈ സീസൺ. കാരണം വലിയ പ്രതീക്ഷകളൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഫൈറ്റിംഗ് സ്പിരിറ്റെങ്കിലും പുറത്തെടുക്കുക എന്ന മൈൻഡ് സെറ്റ് ഇരിക്കുമ്പോൾ ഊളക്കളിയും മത്സരത്തിന് മുമ്പേ തോൽവി സമ്മതിക്കുന്ന അത് പറ്റില്ല. പകരം ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോകുക, അതാണ് നമുക്ക് വേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടു മറ്റൊരു വീഡിയോ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ.